ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ട്രാവൽ ലോഗ്. അങ്ങനെ നമ്മൾ ഒരു 3-4 ദിവസത്തെ യൂബർ സ്ട്രൈക്കിന് ശേഷം ഇന്നിപ്പം യൂബർ അല്ല ഓടുന്നത്. യൂബറും കേരള സവാരി ഒന്നല്ല, നമുക്ക് ഒരു പേഴ്സണൽ ഓട്ടോ ഉണ്ട്. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും നല്ലൊരു ആഴ്ച നേരുന്നു. അതിലുപരി ഒരു നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ യൂബറിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടന്നു. ഒരുപാട് ഐഡികളൊക്കെ ബ്ലോക്കായി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെയും ട്രിവാൻഡ്രത്തും എറണാകുളത്തുമായിട്ടൊക്കെ ഏതാണ്ടൊരു 200 ഐ ഡി അടുപ്പിച്ച് ബ്ലോക്കായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ട്രിവാൻഡ്രത്ത് തന്നെ ഒരു 70ഓളം എന്നറിയാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഒക്കെ ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ടൊക്കെ നടന്നു എന്നൊക്കെ അറിഞ്ഞു. ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒന്നും അറിഞ്ഞില്ല. അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കണം. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ യൂബർ, കേരള സവാരി, റാപ്പിഡോയും ഒന്നും ഓടുന്നില്ല. ഒരു പേഴ്സണൽ ഓട്ടോ ഉണ്ട് പൂജപ്പുരയിൽ നിന്ന് ആറ്റിങ്ങൽ, കൊല്ലം. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങി. ഇപ്പോൾ പാപ്പനംകോട് എത്തി. ഇപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും, യൂബറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. 1-2 പേരെ വിളിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്ന് അന്വേഷിക്കാനുണ്ട്. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക്, പൂജപ്പുരയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ചേട്ടന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് അപ്ഡേഷൻ ചോദിച്ചിട്ട് നമുക്ക് പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആറ്റിങ്ങിലെത്തി. ഇനി ഇവിടെ നിന്ന് സാറിൻ്റെ ഫാദറിനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ കൊല്ലം പോകണം. അപ്പോൾ നമ്മൾ ബീച്ച് റോഡ് വഴിയാണ് വന്നത്. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലം എത്തി. കൊല്ലം ചാമമുക്ക് അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ സാറ് ഫാദറിലേക്ക് അകത്ത് പോയി ഇനി റിലേറ്റീവ്സിനെയൊക്കെ കണ്ടിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കിവിടെ വെയിറ്റിംഗ്. യൂബറിൻ്റെ പിന്നെ അപ്ഡേഷൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാലും മീറ്റിംഗ് നടന്നില്ലെന്നാണ് ഇതുവരെയുള്ള അപ്ഡേഷൻ. എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇനി അവരുടെ അടുത്ത നടപടി എങ്ങോട്ടാണെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, വരട്ടെ കാര്യങ്ങൾ. പിന്നെ യൂബർ ഓടുന്നതിന് വേറെ വിഷയമില്ലെന്ന് തോന്നുന്നു. ഫേക്ക് ട്രിപ്പുകളുടെ കാര്യവും അറിഞ്ഞുകൂടാ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ട് ഓടാം. പിന്നെ ഓടണം എല്ലാവരും. പിന്നെ മാക്സിമം എല്ലാവരും കേരള സവാരിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയെ അറിയിക്കാം. അപ്പോൾ ഇതാണ് ഇതുപോലുള്ള തീരുമാനം. ഇനിയിപ്പോൾ നാളെ എങ്ങനെയാണ് യൂബറിൻ്റെ അവസ്ഥ എന്നറിഞ്ഞുകൂടാ. ഇന്നിപ്പോൾ ട്രിപ്പ് കുറവാണ്, ചെറിയ ചെറിയ ട്രിപ്പുകൾ അടിക്കുന്നുണ്ടെന്ന് പറയുന്നു. വലിയ റേറ്റിലൊന്നും വലിയ വ്യത്യാസമില്ല എന്നും പറയുന്നു. എന്ത് തന്നെ ആയാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത അവർ ട്രാൻസ്പോർട്ട് കമ്മീഷണറിൻ്റെ തീരുമാനം ആയില്ല. ഇനി അതുകൊണ്ട് ഇനി അവരുടെ അടുത്ത് മുകളിലോട്ട് അടുത്ത ഫർദർ സ്റ്റെപ്സ് എടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങോട്ടൊക്കെ പോകുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നാളെ എന്തായാലും യൂബർ ഓടണം. യൂബർ, ഓല, റാപ്പിഡോ, കേരള സവാരി എന്നിട്ട് മാക്സിമം കേരള സവാരിയെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. ഇതാണ് ഇതുവരെയുള്ള ഐഡിയ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ കൊല്ലത്ത് തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അവിടെ സാറ് ഒരു 2-3 റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അവരെയൊക്കെ ഒന്ന് കണ്ടു. ഒരു ഹായ് പറഞ്ഞു, പിന്നെ ഒരു ബായ് പറഞ്ഞു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഇപ്പോൾ 3ാമത്തെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ മണി 3 ആവാറായി. ചോറൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഇനി തിരിച്ച് ചിലപ്പോൾ ചിറയൻകീഴ്, ആറ്റിങ്ങൽ പോകണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് സമയം സ്റ്റേ ഉണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചങ്ങ് പൂജപ്പുര പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ സാറൊരു ബന്ധുവിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വെയിറ്റിംഗ്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇപ്പോൾ തിരിച്ച് ചിറയൻകീഴ് എത്തി. സാറിൻ്റെ ഫാദറിനെ വിട്ടു. അത് കഴിഞ്ഞ് സാറിൻ്റെ 1-2 ഫ്രണ്ട്സുമായിട്ടൊക്കെ മീറ്റ് ചെയ്തു ആറ്റിങ്ങലിൽ വെച്ച്. അത് കഴിഞ്ഞിപ്പോൾ നേരെ കഴക്കൂട്ടം വഴി ഇപ്പോൾ നമ്മളിപ്പോൾ ശ്രീകാര്യം നിൽക്കുകയാണ്. അപ്പോൾ ഇനി സാറിന് ഇനി വഴുതക്കാട് പോകണം. അത് കഴിഞ്ഞ് ഈസ്റ്റ് ഫോർട്ട് അങ്ങനെ കറങ്ങിയത് കറക്കം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ട്രിപ്പിൻ്റെ കഥകൾ. അപ്പോൾ എന്തായാലും സാറ് ഇവിടെ ഏതോ റിലേറ്റീവിനെ കാണാൻ പോയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും സാറ് പോയിട്ട് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ശ്രീകാര്യത്തുനിന്ന് സാറിനെയും കൊണ്ട് നേരെ സ്റ്റാച്യു പോയി. സ്റ്റാച്യുന്ന് നേരെ വഴുതക്കാട് പോയി. വഴുതക്കാടുന്ന് നേരെ കൊണ്ട് സാറിനെ പൂജപ്പുര വിട്ടിട്ട് നേരെ നീ വീട്ടിലോട്ട് പോകുന്നു, നെയ്യാറ്റിൻകര. അപ്പോൾ പൂജപ്പുരന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് യൂബർ ഒന്ന് ഓൺ ചെയ്തു. അപ്പോൾ ഒരു കോവളം ട്രിപ്പ് അടിച്ചു. അങ്ങനെ കോവളത്ത് കൊണ്ടാക്കിയിട്ട് ഇതുവഴി നേരെ അങ്ങ് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് CNG അടിക്കണം. വിഴിഞ്ഞം CNG പ്ലാന്റിൽ പോയി CNG അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. എല്ലാം കൂടെ ഇന്നൊരു 150 കിലോമീറ്ററോളം വണ്ടി ഓടി. അപ്പോൾ നമ്മുടെ നോർമൽ റേറ്റ് 8 മണിക്കൂർ 100 കിലോമീറ്റർ നമുക്ക് പല രീതിയിലും വാങ്ങിക്കും. 2500 വാങ്ങിക്കുന്നവരുണ്ട്, 2800 വാങ്ങിക്കുന്നവരുണ്ട്, 3000 വാങ്ങിക്കുന്നവരുണ്ട്. അത് അവരവരുടെ ഇഷ്ടം. പിന്നെ അഡീഷണൽ വരുന്ന കിലോമീറ്ററിന് 18, 19, 20, 21 വരെ വാങ്ങിക്കുന്ന ടീമുകളുണ്ട് എർട്ടിഗയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള റേറ്റുകൾ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ റേറ്റുകൾ ഉള്ള രീതിയിൽ ഓട്ടങ്ങൾ വരുമ്പോൾ പറഞ്ഞ് വാങ്ങിക്കാം. അങ്ങനെയൊക്കെ കഴിഞ്ഞു. ആ ഓട്ടം കഴിഞ്ഞു. ഇനി എന്തായാലും CNG അടിക്കണം. ഞാൻ പോയപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചുവേളി പ്ലാന്റിൽ കയറി അടിച്ചിട്ട് അതുവഴിയാണ് പോയത് ചിറയൻകീഴ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ലോങ് പോകുമ്പോൾ കുഴപ്പമില്ലാത്ത എർട്ടിഗ നല്ല ഒരുവിധം മൈലേജ് കിട്ടും. അങ്ങനെ പോയിന്റ് ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 പോയിന്റ്, അതിപ്പോൾ പോയിന്റ് ഇപ്പോൾ അരയാകും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. യൂബർ ഓട്ടം വിഷയമില്ല എന്ന് പറയുന്നു ചിലരൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം. നാളെ ഒന്ന് ചിലപ്പോൾ യൂബർ ഓടി നോക്കണമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ജലദോഷത്തിൻ്റെയൊക്കെ ഒരവസ്ഥയിലും ഇരിക്കുന്നുണ്ട്. അപ്പം നാളെ രാവിലെ എണീക്കും പോലെ ഇരിക്കും. ചെറിയൊരു തൊണ്ടവേദനയും തൊണ്ടക്കിരികിരിപ്പും ഒക്കെ പോലെ ഇരിപ്പുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നാളെ രാവിലെ എണീക്കുന്ന സിറ്റുവേഷൻ പോലെ എന്തായാലും നമുക്ക് ഏതാണ്ട് ഇവിടെ മുക്കോല ജംഗ്ഷനെത്തി. CNG അടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെയിപ്പോൾ മുക്കോല ജംഗ്ഷനെത്തി. 9 മണിയായി. അതുകൊണ്ടാണ് മുക്കോല ജംഗ്ഷൻ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നു. വലിയ ആളും ബഹളവും കൂട്ടമൊന്നുമില്ല. അത് തിരുവനന്തപുരത്തോട്ടുള്ള ലാസ്റ്റ് ബസ്സാണെന്ന് തോന്നുന്നു, വിഴിഞ്ഞത്തുനിന്ന്. എന്തായാലും നമുക്ക് CNG അടിച്ചളയാം. അങ്ങനെ നമ്മൾ CNG പ്ലാന്റിലെത്തി. ലോഡ് വണ്ടി കിടപ്പുണ്ട്. നമുക്കറിയാവുന്നുള്ളൊരു ചേട്ടനാണ് നിൽക്കുന്നത്, പൈസയൊക്കെ എണ്ണിക്കൊണ്ട്. എന്തായാലും നമുക്ക് CNG അടിച്ചളയാം. അപ്പോൾ നമ്മളങ്ങനെ CNG ഒക്കെ അടിച്ചു.
ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. ബൈപ്പാസ് കയറി തന്നെ പോവാം, അത് തന്നെ എളുപ്പം. പഠിച്ച CNG കുറച്ച് ലാഭിക്കാം. മറ്റേ റോഡ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷനിലൊക്കെ ചവിട്ടി പോവേണ്ടി വരും. ഇതാകുമ്പോൾ നേരെ അങ്ങ് വിട്ട് പോകാം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. അപ്പം എന്തായാലും ഇന്നത്തെ ഓട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുന്നു. ഇപ്പം നോർമൽ റേറ്റിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തന്നു. അപ്പം അത് വെച്ചാണ് ഇപ്പോഴത്തെ എർട്ടിഗ, വാഗണർ, ഡിസയറൊക്കെ പോകുന്നത്. ക്രിസ്റ്റ, ഹൈക്രോസ് ഒക്കെ ആണെങ്കിൽ കൂടും. ഇത് മിക്കവർക്കും അറിയാം, എന്നാലും ഇൻ കേസ് ആരെങ്കിലും അറിഞ്ഞുകൂടാതെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്രദമാകട്ടെ. കാരണം ഞാനീ പറയുന്നതൊക്കെ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ, എന്നേക്കാൾ കാര്യങ്ങൾ അറിയാവുന്നവർ നമ്മളുടെ ഇടയിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു പരിഹാസമായി തോന്നാം, എന്നാലും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, പിന്നെ എന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കൂടെ നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ നാളെ മിക്കവാറും യൂബറിൻ്റെയും റാപ്പിഡോ അല്ലെങ്കിൽ കേരള സവാരിയുടെ റേറ്റും ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. എന്തായാലും നാളെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ആരോഗ്യ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ചെറിയൊരു ജലദോഷം, തൊണ്ടവേദന, ഒരു പ്രയാസമുണ്ട്. അത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതെല്ലാം ഒട്ടും പറ്റിയില്ല, ഭയങ്കര തലവേദന അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റൂല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോ വേറെ വിശേഷങ്ങളൊന്നുമില്ല. യൂബറിന്റെ ചർച്ച നടന്നിട്ടില്ലെന്നാണ് ഇതൊരു അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴും റേറ്റ് കുറഞ്ഞ രീതിയിൽ തന്നെയൊക്കെയാണ് ട്രിപ്പുകൾ അടിക്കുന്നതെന്നും പറഞ്ഞു. എന്തായാലും നോക്കട്ടെ, ആണ് ഇറങ്ങുമ്പോൾ അറിയാമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു നാളെ, അതായത് വെനസ്ഡേ, ബുധനാഴ്ച ദിവസം നേരുന്നു. അപ്പം നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.